ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് പതിവായി പ്രയോഗിക്കുന്ന ചിക്കൻ നെക്ക് ഇടനാഴി അഥവാ സിലിഗുരി ഇടനാഴി ഭീഷണിക്ക് മറുപടിയുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ബംഗ്ലാദേശിനും ഇതുപോലുള്ള 2 ഇടുങ്ങിയ ഇടനാഴികളുണ്ടെന്നും അവ കൂടുതൽ ദുർബലമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ പരാമർശിച്ച് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനൂസിന്റെ പരാമർശങ്ങളാണ് അസം മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ആധാരം. ഇന്ത്യയുടെ ചിക്കൻ നെക്ക് പിടിച്ചെടുത്ത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ വേർപെടുത്തുമെന്നടക്കമുള്ള പ്രസ്താവനകൾ ബംഗ്ലാദേശിൽ നിന്നുയരുന്ന പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശിന് സംഭവിക്കാവുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയുള്ള അസം മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ബംഗ്ലാദേശിന്റെ ആദ്യത്തെ ചിക്കൻ നെക്ക് ദക്ഷിണ ദിനാജ്പൂരിനും തെക്കു പടിഞ്ഞാറൻ ഗാരോ കുന്നുകൾക്കുമിടയിലുള്ള 80 കിലോമീറ്റർ നീളമുള്ള വടക്കൻ ബംഗ്ലാദേശ് ഇടനാഴിയാണ്. ഇവിടെയുണ്ടാകുന്ന ഏതൊരു തടസ്സവും രംഗ്പൂർ ഡിവിഷനെ ബംഗ്ലാദേശിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുത്തും. രണ്ടാമത്തേത് ദക്ഷിണ ത്രിപുര മുതൽ ബംഗാൾ ഉൾക്കടൽ വരെയുള്ള 28 കിലോമീറ്റർ നീളമുള്ള ചിറ്റഗോങ് ഇടനാഴിയാണ്. ഇന്ത്യയുടെ ചിക്കൻ നെക്കിനേക്കാൾ ചെറുതായ ഈ ഇടനാഴി ബംഗ്ലാദേശിന്റെ സാമ്പത്തിക തലസ്ഥാനത്തെയും രാഷ്ട്രീയ തലസ്ഥാനത്തെയും ബന്ധിപ്പിക്കുന്ന ഒരേയൊരു കണ്ണിയാണ്. ചിലർ മറയ്ക്കാൻ സാധ്യതയുള്ള ഭൂമിശാസ്ത്രപരമായ ചില വസ്തുതകൾ മാത്രമാണ് ഞാൻ പറയുന്നതെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇടനാഴികളുടെ മാപ്പ് സഹിതമാണ് അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലെ ചിക്കൻ നെക്ക് ഇടനാഴി സംബന്ധിച്ച് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസ് നടത്തിയ പരാമർശങ്ങൾക്ക് ആഴ്ചകൾക്ക് ശേഷമാണ് ശർമ്മയുടെ മറുപടി. ഇന്ത്യയുടെ 7 വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളാണ്. ബംഗ്ലാദേശ് മാത്രമാണ് ഈ മേഖലയിലെ സമുദ്രത്തിന്റെ ഏക സംരക്ഷകൻ. ചൈനയ്ക്ക് ഇത് വലിയൊരു അവസരമാണെന്നും ബംഗ്ലാദേശിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നുമായിരുന്നു യൂനുസിന്റെ പരാമർശം. മേഖലയിലേക്ക് ചൈനയെ ക്ഷണിച്ച യൂനുസിന്റെ നടപടിക്ക് പിന്നാലെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും വഴി ചരക്ക് കടത്താൻ ബംഗ്ലാദേശിനെ അനുവദിക്കുന്ന കരാർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു.